നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ. ഗവൺമെന്റ് വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും കുമ്മനം. കൃഷിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആരോപണം. ഖാദി വസ്ത്രം ധരിക്കുന്നത് ദേശീയ ബോധത്തിന്റെ ഭാഗമാകണമെന്ന് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി കൈക്കൊണ്ടെന്നും ജയരാജൻ. പൂക്കോട്ടുകുന്നിൽ സ്ഥാപിച്ച നെയ്ത്തു കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. വാർത്തകൾ വിശദമായി. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഗവൺമെന്റ് ഒരു വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും അവരുടെ താൽപര്യങ്ങളും സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കൃഷിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും കുമ്മനം എലപ്പുള്ളിയിൽ സന്ദർശനം നടത്തിയ ശേഷം പറഞ്ഞു. നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെയോ വിചാരങ്ങളെയോ അവരുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളെയോ ആവശ്യങ്ങളെയോ ആക്ഷേപങ്ങളെയോ ആവലാതികളെയോ ഒന്നും പരിഗണിക്കില്ല. ഗവൺമെൻറ് ഒരു വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണ്. അവരുടെ താല്പര്യം പരിരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പക്ഷെ അത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാറ്റിപ്പുറത്തിക്കൊണ്ടാണ്. ഇവിടുത്തെ 2008 നൂറ്റട നെൽവയൽ സംരക്ഷണ നിയമമുണ്ട്. അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പൂവരി നിയമം അതിന് ലംഘിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള നിയമങ്ങളെയെല്ലാം സർക്കാർ തന്നെ ലംഘിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ നിയമം ആർക്കും വേണ്ടിയാണ്? നെൽവയലുകളും നീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2008 മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കൊണ്ടുവന്നൊരു നിയമമാണ്. അതെന്തിനാണ് ഇവർ തന്നെ ലംഘിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ കൃഷിമന്ത്രി CPI-കാരനാണ്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ വലിയ വ്യവസായങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ കൃഷിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഖാദി വസ്ത്രം ധരിക്കുന്നത് ദേശീയ ബോധത്തിന്റെ ഭാഗമായി മാറണമെന്ന് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചതായും ജയരാജൻ പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്കിടി പേരൂർ പൂക്കോട്ട് കുന്നിൽ സ്ഥാപിച്ച ഖാദി നെയ്ത്തു കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖാദി തൊഴിലാളികൾക്ക് മിനിമം കൂലി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും ഖാദി മേഖലയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് സർക്കാർ നൽകുന്നതെന്നും ജയരാജൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന ഖാദി വ്യവസായ ബോർഡിന്റെ സഹകരണത്തോടുകൂടി വനിതകൾക്ക് നെയ്ത്ത് പരിശീലനം നൽകി തൊഴിൽ കൊടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 8 പേർക്കാണ് തൊഴിൽ നൽകുന്നത്. ഇതിന്റെ പ്രാരംഭഘട്ടമെന്നോണം 6 മാസം തൊഴിൽ പരിശീലനവും നൽകും. പരിശീലനത്തോടൊപ്പം മാസം 1000 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. പരിശീലനം പൂർത്തിയാക്കിയാൽ തൊഴിലിനനുസരിച്ച് വരുമാനം കണ്ടെത്താനാകും. തുടർന്ന് ഖാദി തൊഴിലാളികളുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ള വേതനം ലഭിക്കും. 10 പേർക്ക് കൂടി തൊഴിൽ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വരുമാനം കണ്ടെത്തി അവരെ സ്വയം പര്യാപ്തരാക്കുന്നതോടൊപ്പം ഖാദി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിനാണ് ആഹ്വാനം ചെയ്തത്. സ്വദേശി വസ്ത്രം വേണം, ധരിക്കണം. ഇന്നിപ്പോ വലിയ നിരക്കുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതിയൊക്കെ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ തുണികൾ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഈ പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ പണിയെടുത്ത് ഖാദി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, ഖാദി തുണി ഉൽപ്പാദിപ്പിക്കുന്നു. ആ തുണി ആളുകൾ വാങ്ങുന്നു, വസ്ത്രമുണ്ടാക്കി ധരിക്കുന്നു. പക്ഷെ നിരവധി പ്രയാസങ്ങൾ നേരിടുന്നു. കാരണം മത്സരമാണല്ലോ എല്ലാ രംഗത്തും. നേരത്തെ ഇവിടെ പാലക്കാട് പ്രൊജക്ട് ഓഫീസർ പറഞ്ഞതുപോലെ, കൃഷ്ണ പറഞ്ഞതുപോലെ, ഈ ഖാദി വസ്ത്രം ധരിക്കുക എന്നത് നമ്മുടെ ഒരു ദേശീയ ബോധത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട് എന്നതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നല്ല പിന്തുണയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. ഖാദി വസ്ത്രത്തിൻ്റെ പ്രത്യേകത പലർക്കും അറിയില്ല. എന്താ ഖാദി തുണിയുടെ പ്രത്യേകത എന്ന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ ഖാദി ഖാദിയാണ്, തുണി തുണിയാണ് എന്നൊക്കെയാണ് മറുപടി പറയുക.
ഖാദി തുണിയുടെ പ്രത്യേകത എല്ലാം കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ, ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസറീൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NP കോമളം ടീച്ചർ, രാധാകൃഷ്ണൻ മാസ്റ്റർ, എസ് അശ്വതി, ജില്ലാ ഖാദി ഗ്രാമവ്യവസായ കാര്യാലയം പ്രോജക്ട് ഓഫീസർ എസ് കൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ വിനോദ് കുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജുകളിൽ നിന്നും നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്കുള്ള സേവന കാലതാമസം ഒഴിവാക്കുക, ഉദ്യോഗസ്ഥൻ ഇല്ലെന്ന കാരണം പറഞ്ഞ് അപേക്ഷകരെ മടക്കുന്ന നടപടി അവസാനിപ്പിക്കുക, വില്ലേജിൽ ഓൺലൈൻ പണമിടപാടുകൾക്കുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ വില്ലേജിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ലാഭം ഇത്തരം ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അളന്നു കൊടുക്കുന്നത് മൂലം അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അതിലാണ്. അവർക്ക് കിട്ടിയ ജോലി, സർക്കാർ ജോലി, ശമ്പളം വാങ്ങുന്ന ഈ ജോലി കൃത്യമായി ചെയ്യാതെ ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ആളുകളാണ് വരുന്നത്, ആ പാവങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പ്രത്യേകിച്ചും മണ്ണൂരിലെ വില്ലേജ് ഓഫീസ് നടക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ നടക്കുന്ന വില്ലേജ് ഓഫീസറുടെ പരാതികളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതൊക്കെ തന്നെ ജനങ്ങളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മുടെ ഈ കോൺഗ്രസിലെ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഇതിന് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. ഇവിടെ ഒരു ചോദിക്കാനും പറയാനും, ജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് പ്രതിപക്ഷത്ത്, അവർ ചോദിക്കും എന്നുള്ള ബോധം ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് വേണം. അതുപോലെ മാത്രമല്ല ഇവിടെ ഉദ്യോഗസ്ഥരുമില്ല. ഈ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്നാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ നടത്തി പ്രതിപാദിച്ചത്. ഈ പാവങ്ങൾ ഇത്രയും ദൂരം വന്ന് ഇവിടെ എത്തി വീണ്ടും തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ, ഒന്നും നടക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥ, എന്തെങ്കിലും ചെറിയൊരു കാരണം പറഞ്ഞാൽ അവർ മടക്കി അയക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള വില്ലേജ് ഓഫീസുകൾ ഈ ഇവിടുത്തെ വില്ലേജിലെ ജനങ്ങൾക്ക് തന്നെ എന്താ പറയുക, ഒരു ഗുണമല്ല, അതൊരു ഉപദ്രവമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത് അധ്യക്ഷത വഹിച്ചു. PA സക്കറിയ, സിദ്ദിഖ് കൊട്ടക്കുന്ന്, PC രവികുമാർ, V സത്യകുമാർ, ഫൈസൽ M ശിവപ്രകാശ്, P പ്രശാന്ത്, ഫൈസൽ, മുരളീധരൻ, വിപിൻ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയെ ഹരിത വായനശാലയായി പ്രഖ്യാപിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത സുരോജ് ആണ് പ്രഖ്യാപനം നടത്തിയത്. പോസ്റ്റർ വായനശാല പ്രസിഡന്റ് R റിൻസിക്ക് കൈമാറി. ഹരിതസേനാംഗങ്ങൾക്ക് ആദരവും സംഘടിപ്പിച്ചിരുന്നു. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വയോജനവേദി കോർഡിനേറ്റർ K പത്മാവതി ടീച്ചർ സ്വാഗതവും ലൈബ്രറിയൻ V ചിത്ര നന്ദിയും പറഞ്ഞു. അമ്മു കോലാമ്പറമ്പ്, S ആതിര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമുള്ള എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയത് എറണാകുളം ഇന്റർസിറ്റി യാത്രക്കാർക്ക് ആശ്വാസമായി. വൈകിട്ട് 5:55 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും പാലക്കാട്ടേക്കും പോകേണ്ട ട്രെയിനുകൾ യാത്ര തിരിക്കുക. നിലമ്പൂരിലേക്കും പാലക്കാടിലേക്കുമുള്ള നിരവധി യാത്രക്കാർ 5:50 ഷൊർണൂരിൽ എത്തേണ്ട എറണാകുളം ഇന്റർസിറ്റിയിലാണ് ഉണ്ടാവുക. എന്നാൽ ചില ദിവസങ്ങളിൽ ഇന്റർസിറ്റി വൈകുമ്പോൾ ഇരുവശത്തേക്കുമുള്ള യാത്രക്കാർ പിന്നെ അടുത്ത ട്രെയിനുകൾക്കായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാവാറുള്ളത്. നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ്, ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയമാണ് 5 മിനിറ്റ് റെയിൽവേ വർദ്ധിപ്പിച്ചത്. 5:55 പുറപ്പെടുന്ന ഇരു ട്രെയിനുകളും ഇപ്പോൾ 6 മണിക്കാണ് ഷൊർണൂരിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത്. 1-2 പ്ലാറ്റ്ഫോമുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ ട്രെയിനുകളിൽ കയറാൻ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തുന്ന ഇന്റർസിറ്റിയിൽ നിന്നും പാളം മറികടന്നുള്ള യാത്രക്കാരുടെ ഓട്ടം അപകട സാധ്യത ഏറെയാണ്. എന്നാൽ ഇപ്പോൾ യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 2 എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയം ദീർഘിപ്പിച്ചിട്ടും എറണാകുളം ഇന്റർസിറ്റി വൈകുമ്പോൾ യാത്രക്കാരും വീണ്ടും ദുരിതത്തിലാവാറുണ്ട്. ഷൊർണൂരിൽ നിന്ന് പിന്നീട് 8:15 നിലമ്പൂരിലേക്ക് ട്രെയിനുള്ളത്. പാലക്കാട് ഭാഗത്തേക്ക് 7:30 എത്തുന്ന ചെന്നൈ മെയിൽ വരെ കാത്തു നിൽക്കേണ്ടതുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശീയ മന്തുരോഗ നിവാരണ പദ്ധതിക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. മണ്ണൂർ സെന്ററിൽ നടന്ന പ്രതിരോധ മരുന്ന് വിതരണം പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് നിർവഹിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വാർഡുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, അംഗൻവാടി കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു മരുന്നുകൾ വിതരണം ചെയ്തത്. മണ്ണൂർ സെന്ററിൽ നടന്ന പരിപാടി പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ
ഗുളിക കഴിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാ ആളുകളും നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യരംഗം കൂടുതൽ ആരോഗ്യപരമാക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശർമ്മ, ആശാപ്രവർത്തക പ്രീത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാരായമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1994-95 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെർപ്പളശ്ശേരിയിൽ സംഘടിപ്പിച്ചു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒത്തുചേരൽ. 30 വർഷങ്ങൾക്ക് ശേഷമുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഭൂരിഭാഗം ആളുകളും പങ്കെടുത്തതായി കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു. പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും പരസ്പരം പരിചയം പുതുക്കിയും ഒരു ദിവസം ആനന്ദകരമാക്കി. 9 വർഷം മുൻപേ കൂട്ടായ്മ രൂപീകരിക്കുകയും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ. ഗവൺമെന്റ് വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും കുമ്മനം. കൃഷിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആരോപണം. ഖാദി വസ്ത്രം ധരിക്കുന്നത് ദേശീയ ബോധത്തിന്റെ ഭാഗമാകണമെന്ന് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി കൈക്കൊണ്ടെന്നും ജയരാജൻ. പൂക്കോട്ടുകുന്നിൽ സ്ഥാപിച്ച നെയ്ത്തു കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.